ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ തുടങ്ങിയല്ലേ ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 14 റിവ്യൂ തുടങ്ങാൻ വേണ്ടിയിട്ട്. തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും വേണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ ലാലേട്ടൻ വന്നു. അതിനുശേഷം കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ കാണിക്കണം പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു, പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കാണിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നതാണ് ഇന്നലെ നടന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് അത് കാണിച്ചു. അത് ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് നമ്മുടെ അനീഷും ഷാനവാസും തമ്മിലുള്ള ഫൈറ്റാണ്. അവിടെ നമ്മുടെ ജയിൽവാസികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. ഐ തിങ്ക് വാഷ്റൂമിലൊക്കെ വന്നാണെന്ന് തോന്നുന്നു. അവരിങ്ങനെ കാറ്റത്തഴിച്ചു വിട്ട് ഇതുപോലെ നടക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഇത് തങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഷാനവാസ് എന്ന് പറയുന്നുണ്ട്. ഷാനവാസ് കേൾക്കണില്ല. അപ്പോൾ അവസാനം മരക്കഴുതി ഇത് നിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ടൊരു പില്ലോ എടുത്തിട്ട് അപ്പോൾ ഷാനവാസ് പില്ലോ എടുത്ത് എറിയുന്നുണ്ട്, പിന്നെ തിരിച്ചെറിയുന്നു. അങ്ങനെ ഒരു പില്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പിന്നെ ഷാനവാസിന് തന്തക്കൊക്കെ വിളിക്കുന്നുണ്ട്. നമ്മുടെ അനീഷിൻ്റെ കസേരയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വീശണമൊക്കെ ഉണ്ട്. അതായിരുന്നു കാണിച്ചത്. ഷാനവാസ് പറയുന്നുണ്ട് മാന്യമായി സംസാരിക്കണം എന്ന് അനീഷിനോട് പറയുന്നുണ്ട്. അനീഷ് പറയുന്നുണ്ട് മാന്യത നീ അർഹിക്കുന്നില്ല, അതുകൊണ്ട് നിന്നോട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ മറ്റേ നമ്മുടെ അവിടെ വന്ന് ഷാനവാസ് ഇരിക്കുമ്പോൾ നിവീൻ അവിടെ നിന്ന് ബാത്റൂമിൻ്റെ അവിടെ നിന്ന് എത്തി നോക്കുമ്പോൾ ഇവനൊക്കെ എവിടെ നിന്ന് വന്നതാണ് രാവിലെ തന്നെ കഴുതയെന്നൊക്കെ വിളിച്ചിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നിവീൻ പറയുന്നുണ്ട് അവന് വന്നത് കോടന്നൂരിൽ നിന്നാണ് അവൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാണിക്കുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അഭിലാഷ് ജിസേലിനോട് സംസാരിക്കുന്നതാണ്. കോംപ്രമൈസ് അനു ജിസേൽ പ്രശ്നത്തിൽ കോംപ്രമൈസിങ്ങിന്. അപ്പോൾ ജിസേൽ ഓക്കെയാണ് കോംപ്രമൈസ് ചെയ്യാൻ, പക്ഷേ അനുവിനോട് പോയി സംസാരിച്ചപ്പോൾ അനു അത് ഓക്കെ അല്ല, അനുവിനിപ്പോൾ കോംപ്രമൈസ് വേണ്ട എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ലാലേട്ടനെയാണ്. പ്രമോ ഈസ് നോട്ട് പ്രോമിസ് എന്ന് പറയുന്നത് പോലെ പ്രമോയിൽ എന്താണോ കാണിച്ചത് അത് നേരെ തിരിഞ്ഞിട്ടാണ്. നമ്മളിപ്പോൾ ജിസേലിനെ പൊരിക്കും, റൂൾ ബ്രേക്ക് ചെയ്തതിന് ഇപ്പോൾ പൊരിക്കും എന്ന് വിചാരിച്ചാൽ നമ്മൾ കിച്ചണിൽ പോയി വല്ല മുട്ടയും പൊരിക്കേണ്ട അവസ്ഥ വന്ന് ഒരു വിധമൊന്നുമില്ല. അങ്ങനത്തെ ഒരു എപ്പിസോഡായിരുന്നു ഇന്നലെ. പക്ഷേ അതിന് പുറമെ അനുമോളിനെയാണ് ഇട്ട് വലിച്ച് കീറിക്കൊണ്ടിരുന്നത്. എന്നിട്ട് പിന്നെ അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ലാലേട്ടൻ വന്ന് ചോദിച്ചത് മിഡ് വീക്ക് എവിക്ഷൻ, അതായത് നമ്മുടെ സസ്പെൻഷനിലേക്ക് ഗെയിംസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അവരെ നിങ്ങൾ തിരഞ്ഞെടുത്ത ടീമിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ള രീതിയിലാണ് ചോദിച്ചത്. അപ്പോൾ അനീഷിനോട് ചോദിച്ചപ്പോൾ അനീഷ് പറഞ്ഞത് ഞാൻ അവരെ ഭയങ്കര മോട്ടിവേറ്റ് ചെയ്തിട്ടൊക്കെയാണ് അയച്ചത്, പക്ഷെ അവർ ചെയ്യണ കണ്ടിട്ട് അവരെന്നെ ജയിപ്പിക്കാൻ ചെയ്യണ പോലെ തോന്നിയില്ല. കീ കൊണ്ടുപോകുന്നു, എടുക്കുന്നു, വരുന്നു, എത്ര പ്രാവശ്യമാണ് അതന്നെ ചെയ്തുകൊണ്ടിരുന്നത്, അതുകൊണ്ടാണ് അവരെന്നെ അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ശരത്തിനോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എന്താണ് ശരത്, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, എങ്ങനെയാണോ ചോദിച്ചപ്പോൾ ശരത്ത് പറഞ്ഞു ഇല്ല ലാലേട്ടൻ, ഞങ്ങൾ ഞങ്ങളുടെ ഫുൾ എഫേർട്ട് എടുത്തിട്ടുണ്ട്, കാരണം ഇത് ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഗെയിമായിട്ടാണ് ഞങ്ങൾ കണ്ടത്. തീർച്ചയായിട്ടും അനീഷ് ഇങ്ങനെ ഒരു സംസാരം അനീഷിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്ന് ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്, നമ്മൾക്ക് ഫുൾ എഫേർട്ട് എടുത്ത് നല്ല രീതിയിൽ തന്നെ കളിക്കണം എന്ന് പറഞ്ഞ് ഉറപ്പിച്ചാണ് ഞങ്ങൾ ഗെയിമിൽ കളിച്ചത്. പക്ഷെ ഞങ്ങൾക്കത് അങ്ങനെ ആയിപ്പോയി, ചിലപ്പോൾ അത് കിട്ടാണ്ടായത് ഭാഗ്യം ഇല്ലാണ്ടായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ ശരത്ത് പറഞ്ഞ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചോദിച്ചത് നമ്മുടെ ബിന്നിനോടാണ്. ബിന്നിയും ഷാരികയും തമ്മിൽ ഉണ്ടായിരുന്നല്ലോ, അതിനെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ ബിന്നി പറഞ്ഞതും അങ്ങനെ തന്നെയാണ്, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല, പക്ഷേ ഗെയിമിൽ അങ്ങനെ ആയി പോയതാണ്, അല്ലാതെ അവരെ തോൽപ്പിക്കണം പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ കളിച്ചില്ല എന്നുള്ള രീതിയിലൊക്കെ ബിന്നി പറഞ്ഞു. പക്ഷെ ഷാരിക ചേച്ചി അത് പറഞ്ഞപ്പോൾ ഭയങ്കര വിഷമമായി എന്നൊക്കെ പറഞ്ഞ്. പിന്നെ എന്താ പറയുക, ഈ ജിസേലും ആര്യനും അനീഷും തമ്മിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിനെക്കുറിച്ചും അതിനെക്കുറിച്ചൊക്കെയാണ് കുറച്ച് നേരം പറഞ്ഞത്. പിന്നീട് ജിസേലിനോട് ചോദിച്ചത് എന്താണ് സാധനങ്ങളൊക്കെ കൊടുത്തോ എന്നുള്ള രീതിയിലാണ് ലാലേട്ടൻ ചോദിച്ചത്. അതോ ഇനിയും സാധനങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ജിസേൽ പറഞ്ഞു ഇല്ല, ഞാൻ എല്ലാം കൊടുത്തു, ഞാൻ എന്താ അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ സ്കിൻ ഭയങ്കര സെൻസിറ്റീവാണ്, അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് CID അനു എന്നുള്ള രീതിയിലൊക്കെ വിളിച്ച് എന്താണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചപ്പോൾ നമ്മുടെ ജിസേൽ പറയുന്നുണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് നടക്കുകയാണ് അവൾ, ഞാൻ യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണ് നോക്കണം, പിന്നെ എന്താണ് ഞാൻ ഡസ്റ്റ്ബിനിൽ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അതുപോലും എടുത്ത് നോക്കുകയാണ് അതെന്താണെന്ന്. ആ രീതിയിലാണ് അനുമോൾ ഇവിടെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അപ്പോൾ അനുമോളിനോട് ചോദിച്ചു ലാലേട്ടൻ എന്താണ് CID പണിയൊക്കെ ചെയ്തിട്ട് എങ്ങനെയെന്നൊക്കെ ചോദിച്ചപ്പോൾ അനുമോൾ പറഞ്ഞു ഞാനിത് കണ്ടു, ഞങ്ങൾക്കൊന്നുമില്ല, ഒരാൾ മാത്രം റൂൾ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് കണ്ടുപിടിക്കണമല്ലോ എന്നുള്ള രീതിയിലാണ് ഞാൻ നിന്നത്, അല്ലാതെ എനിക്കിവിടെ പേഴ്സണലായിട്ട് ഒന്നുമില്ല ജിസേലിനോട്
എന്നുള്ള രീതിയിലാണ് അനു സംസാരിച്ചത്. എന്നിട്ട് അനു പറഞ്ഞ് ഈ ജിസേൽ യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടു, എല്ലാവരും ഉറങ്ങിയതിന് ശേഷം ജിസേൽ എണീച്ച് മേക്കപ്പ് ചെയ്യുന്നത് ഞാൻ കണ്ടു, പിറ്റേ ദിവസം അതേപോലെ കാണുമെന്ന് അറിയാൻ ഞാൻ വെയിറ്റ് ചെയ്തു, ഞാൻ കണ്ടു, അങ്ങനെയാണ് ഞാനത് പിടിച്ചത് എന്നൊക്കെ പറഞ്ഞു. അപ്പം ലാലേട്ടൻ പറഞ്ഞു ജിസേലിനോട് അങ്ങനെ സ്പെഷ്യലായിട്ട് സ്കിൻ സെൻസിറ്റീവ് ആണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എല്ലാ സാധനങ്ങളും അങ്ങോട്ട് കൊടുക്കുക, എന്നിട്ട് ബിഗ് ബോസിനോട് ചോദിക്കണം എൻ്റെ സ്കിൻ സെൻസിറ്റീവാണ്, എല്ലാം യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒരു റിക്വസ്റ്റ് വെച്ചാൽ ചിലപ്പോൾ ബിഗ് ബോസ് തരുമായിരുന്നു. അല്ലാതെ അതിന് പകരം ഇതുപോലെ മോഷ്ടിച്ച് ചെയ്യുകയല്ല ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ സാധനങ്ങൾ എന്താണ്, ആരാണ് എടുത്തത് എന്നൊക്കെ ജിസേലിന് വീഡിയോ ഇട്ട് കാണിച്ചു കൊടുത്തു, നമ്മുടെ ക്രൂ മെമ്പേഴ്സ് എടുത്തിട്ട് പോയ കാര്യങ്ങളൊക്കെ. പിന്നെ ലാലേട്ടൻ പറഞ്ഞു ഇനി ഇങ്ങനെ ആവർത്തിച്ചാൽ 7ന്റെ പണി കിട്ടും എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ജിസേലിനും ഒരുവിധം ഇതും എന്താ പറയുക, മറ്റേ സ്കൂൾ കുട്ടികളോട് നമ്മൾ പിച്ചിന്നുള്ളിൽ നിന്നൊക്കെ കംപ്ലൈൻറ്റ് പറയുമ്പോൾ പറയില്ലേ, മക്കളെ ഇനി അങ്ങനെ ചെയ്യരുത് കേട്ടോ, അങ്ങനെ ആ ഒരു രീതിയിലാണ് അവിടെ സംസാരിച്ചത്. അത്ര അങ്ങോട്ട് ശരിയായില്ല, ഒരുപാട് ഫേവറിസം കാണിച്ച പോലെ തോന്നി. അതിനുശേഷം പിന്നെ അനുവിനോട് ചോദിച്ചത് ആണുങ്ങളെ എന്താണ് പറഞ്ഞത്, എല്ലാ ആണുങ്ങളും ഇങ്ങനെ ഉൾപ്പെട്ടു എന്നൊക്കെ പറഞ്ഞല്ലോ. അനുമോൾ എണീച്ച് പറഞ്ഞു ഞാൻ ആണുങ്ങളും മൊണ്ണകൾ എന്ന് പറഞ്ഞു, ആണുങ്ങൾ അങ്ങനെയാണ് ചെയ്യണത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. എന്നിട്ട് പിന്നെ അനുമോൾ ആ പറയണ ഒരു സീൻ ഉണ്ടല്ലോ, ഒരു പെണ്ണിനെ കാണുമ്പോഴത്തേനും ഇങ്ങനെയുണ്ടോ, ആണുങ്ങൾ അഭിലാഷം ഒഴിച്ച് ബാക്കി എല്ലാവരും അവളുടെ പുറകെയാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതൊക്കെയാണ് സീനൊക്കെ ഇട്ട് കാണിച്ചു കൊടുത്തു. അപ്പോൾ ആ ആൺപിള്ളേരെല്ലാം ഇങ്ങനെ നോക്കിയിട്ട് ഇരിക്കുന്നുണ്ട്, അക്ബറൊക്കെ തലയിൽ കൈവച്ചിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ അപ്പോൾ കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞു അഭിലാഷിനോട്, കാരണം അതിൽ പെടാതിരുന്നതിനുള്ള കൺഗ്രാറ്റ്സ് ഒക്കെ പറയുന്നുണ്ട്. ലാലേട്ടൻ അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ഇങ്ങനെയാണ് ജിസേലിൻ്റെ പുറകെ നടക്കുന്നത് കൊണ്ട് കാണുന്നത് എന്ന് അവിടെ അവരോട് അറിയിക്കാനാണ് ശ്രമിച്ചത് ആണുങ്ങളോട്. പക്ഷെ അവരതിനെ വേറെ രീതിയിലാണ് അനുമോളോടുള്ള ഒരു ഗ്രഡ്ജസ് എടുക്കാനുള്ള രീതിയിലാണ് അത് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇനിയും ഗെയിം അനുമോളെ ടാർഗറ്റ് ചെയ്ത് തന്നെ പോകും എന്നാണ് എനിക്ക് ഇന്നലെ മനസ്സിലായത്. ആ ഒരു ഗെയിമാണ് ബിഗ് ബോസിന് വേണ്ടത് തോന്നുന്നു. അല്ലാതെ ജിസേലിനെ സപ്പോർട്ട് ചെയ്യുകയും അനുമോളിനെ ഇങ്ങനെ ഇതാക്കി കാണിക്കുകയും ചെയ്യുമ്പോൾ ഇനിയും ഈ മേക്കപ്പ് ഇതന്നെ പോകണം എന്നുള്ള രീതിയിലാണ്. പണിപ്പുര ടാസ്ക് റദ്ദാക്കിയതിനെ കുറിച്ചാണ് അടുത്തത് സംസാരിച്ചത്. അതിനെക്കുറിച്ച് എന്താണെന്ന് വെച്ചാൽ അനീഷിനെ വിളിച്ചിട്ട് ലാലേട്ടൻ ചോദിച്ചു, അഖിൽ മാരാർ, റിയാസ്, ആര്യ, സാബു ഇവരിനെയൊക്കെ കണ്ടിട്ട് ഇവരൊക്കെ എങ്ങനെയാണ് പുറത്തറിയപ്പെടുന്നത്, എന്തിൻ്റെ പേരിലാണ് എന്നുള്ള രീതിയിലൊക്കെ അനീഷിനോട് ചോദിച്ചു. അപ്പോൾ അനീഷ് അവരൊക്കെ വിന്നർ എന്നുള്ള രീതിയിൽ, എന്തുകൊണ്ട് വിന്നർ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അനീഷിന് എങ്ങനെ ഒരു വിന്നർ ആവണം എന്ന് ഉദ്ദേശിച്ചാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നമ്മളെ പൊതുജനങ്ങളെ ഇതാക്കിയിട്ടാണല്ലോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് റെപ്രസെൻറ്റ് ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ അനീഷ് പറഞ്ഞു ഇല്ല ലാലേട്ടാ, എനിക്ക് ജെന്യുവിനായി നിന്ന് കളിക്കണം, ഞാനാണ് ഇവിടെ ഏറ്റവും വലിയ ജെന്യുവിൻ മറ്റുള്ളവരെക്കാളും എന്നുള്ള രീതിയിലൊക്കെ അനീഷ് പറഞ്ഞു. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു അങ്ങനെയാണോ എന്നിട്ട് കളിക്കുന്നേ, താങ്കളുടെ കളി അങ്ങനെയാണോ എന്ന് ചോദിച്ചിട്ട് മറ്റേ വീഡിയോ ഇട്ട് കാണിച്ചു. അനീഷ് വീണ്ടും പറഞ്ഞതേ ഞാൻ ഒന്നാം സ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതും നമ്മുടെ റെനാൻ്റെ കാലിൽ ഇത് കൊണ്ടുപോയി ഇട്ടതും എല്ലാം കാണിച്ചു കൊടുത്തു. എന്നിട്ട് അനീഷ് പറഞ്ഞു ലാലേട്ട ആ പ്രവൃത്തി ഇപ്പോൾ എനിക്ക് കാണുമ്പോൾ വളരെ മോശമായി തന്നെയാണ് തോന്നുന്നത്, അതിന് മാപ്പ് പറയുന്നു എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു ഞാൻ ഒന്നാമതാണ് അല്ലെങ്കിൽ ഞാൻ ജെനുവിനാണ് എന്ന് നിങ്ങളല്ല പറയേണ്ടത്, നിങ്ങളുടെ ഗെയിം കണ്ടിട്ട് മറ്റുള്ളവരാണ് പറയുന്നത് നിങ്ങൾ ജെന്യുവൻ ആണെന്ന് മറ്റുള്ളവരാണ് പറയേണ്ടത്. ഈ ഞാൻ ജെന്യുവിനാണെന്ന് പറഞ്ഞ് ഞാൻ ഒന്നാമത്, അതിൻ്റെ കാരണം നിങ്ങൾ പറയുന്നില്ല, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒന്നാം സ്ഥാനം തരണം എന്നുള്ളതിൻ്റെ കാരണം പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പിന്നെ ലാലേട്ടൻ പറഞ്ഞു ഷാനവാസാണ് കുറച്ചെങ്കിലും അതിനൊന്ന് കോംപ്രമൈസ് ആക്കി കൊണ്ടുപോകാൻ ശ്രമിച്ചത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഷാനവാസ് പറഞ്ഞു എനിക്ക് അയാളെ മനസ്സിലായി, അതുകൊണ്ട് അയാൾക്കനുസരിച്ച് ഇനി ഗെയിം കളിക്കാം എന്ന് കരുതി എൻ്റെ ഗെയിം ഞാൻ മാറ്റി, അയാൾ അങ്ങനെയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് മാറാം എന്ന് കരുതിയാണ്. അപ്പോൾ അപ്പാനിയോട് പറയുന്നുണ്ട് ഇപ്പോഴും അതേ ട്രാക്കിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അയാൾ അങ്ങനെയാണെങ്കിൽ അയാളിനെ ആ വഴിക്ക് വിട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ ഗെയിം ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിൽ അപ്പാനിയോട് വീണ്ടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ലാലേട്ടൻ. എന്നിട്ട് ഷാനവാസ് പറഞ്ഞു പണിപ്പുര ടാസ്ക് റദ്ദാക്കിയിട്ടുണ്ടെങ്കിൽ അത് അക്ബറിൻ്റെ സെൽഫിഷ് കാരണമാണ്, അതിലൊരു മാറ്റം വരുത്തിയിരുന്നെങ്കിൽ മറ്റുള്ളവർക്ക് കിട്ടേണ്ട 10 സെക്കൻഡെങ്കിലും കിട്ടിയിട്ടുണ്ടാവും,
അയാൾ അയാളുടെ വഴിക്ക് എന്തോ പോട്ടെ എന്ന് പറഞ്ഞിട്ട് വിട്ടാൽ മതി. അപ്പം നിവീൻ എണീച്ച് പറഞ്ഞു ഈ 10 സെക്കൻഡ് പോയത് അക്ബർ കാരണം എന്ന് പറഞ്ഞിട്ടാണ് ഞാനും അക്ബറിനെ നോമിനേറ്റ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞു. അപ്പം അനീഷിനോട് ലാലേട്ടൻ ചോദിച്ചു ഇനി എങ്ങനെ പോകാനാണ്, ഞാൻ ജെന്യുവിനായിട്ട് ഇനി ഇങ്ങനെ തന്നെ പോകാനാണ് ലാലേട്ട ആ തീരുമാനം എന്നൊക്കെയാണ് അനീഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അടുത്തത് കാണിക്കുന്നത് സ്റ്റാർ പെർഫോമൻസിനുള്ള സ്റ്റാർ ഇങ്ങനെ ഒരു ബോർഡ് കൊണ്ടുവന്നിട്ട് എല്ലാവരുടെ ഫോട്ടോ ഉണ്ടാവും. അതിൽ ആരെങ്കിലും സ്റ്റാർ പെർഫോമൻസിന് എല്ലാവരും മുട്ടിക്കണം. ഏറ്റവും കൂടുതൽ സ്റ്റാർ പെർഫോമൻസ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ജിസേലിനാണ്. ജിസേൽ ജെനുവിനാണ്, ഭയങ്കര ഹ്യൂമാനിറ്റിയാണ് എന്നൊക്കെയാണ് പറയണത്. എന്ത് ഹ്യൂമാനിറ്റിയാണ് അവിടെ ജിസേൽ കാണിച്ചതെന്ന് ഞാൻ കാണുന്നില്ല ലൈവിൽ. എല്ലാവർക്കും ഫുഡ് കൊടുക്കേണ്ടത് അത് പാർഷ്വലായിട്ടാണ് കൊടുക്കുന്നത്. അവൾക്ക് ഫേവറേറ്റ്സ് ആയ ആൾക്കാർക്ക് നല്ല ഫുഡ് അവൾ കൊടുക്കുന്നുണ്ട്. അല്ലാത്തവരോട് കഴിഞ്ഞു അല്ലെങ്കിൽ അത് തീർന്നു. നമ്മുടെ ബിൻസി പ്ലസിൻ്റെ എപ്പിസോഡിൽ പറയുന്നുണ്ട് ഒരു പൊട്ടാറ്റോ ഫ്രൈ ഉണ്ടാക്കിയിട്ട് അവൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാർ, അപ്പോഴും ബിൻസി പറഞ്ഞു ഉണ്ടാക്കണ്ട ഇതിപ്പോൾ തികയില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പകുതി ആൾക്കാർ കഴിച്ചു കഴിയാനായപ്പോൾ ഇവളുടെ ഫേവറേറ്റ് ആൾക്കാരുണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ട് പൊട്ടാറ്റോ ഫ്രൈ ചെയ്ത് കൊടുത്തു എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഈ അനിമോള് മൊണ്ണകളാണ് ആണുങ്ങളെന്ന് പറഞ്ഞത് അനിമോള് മാത്രം, അതും പ്ലസ്സിൽ കാണിക്കുന്നുണ്ട്. ബിൻസി പറയുന്നുണ്ട് ഒരു പെണ്ണ് അതിന് പുറകെ ഇത്രയും ഇവന്മാരൊക്കെ എന്തിനാണ് അവളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതെന്ന് ബിൻസിയും പറയുന്നുണ്ട്. അപ്പം സ്റ്റാർ പെർഫോമൻസിന് ജിസേലിന് കിട്ടിയതിന് ഗിഫ്റ്റ് കൊടുത്തു. ഷാനവാസ് സ്റ്റോർ റൂമിൽ പോയി ഗിഫ്റ്റ് എടുത്തിട്ട് വന്നു. സ്റ്റാറിൻ്റെ ഷേപ്പിലുള്ള വലിയൊരു ചോക്ലേറ്റ് ആയിരുന്നു അത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നിവീൻ പറഞ്ഞു എനിക്കും ഗിഫ്റ്റ് വേണം, എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം തന്ന പോലത്തെ ഗിഫ്റ്റ് അല്ല വേണ്ടത്, എനിക്ക് ഗിഫ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് ലാലേട്ട, എനിക്ക് സർപ്രൈസ് ഒക്കെ തരികയാണെങ്കിൽ അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലാലേട്ട എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ നമ്മുടെ നിവീനെ കൊണ്ട് ലാലേട്ടൻ പറഞ്ഞു ആണോ ഗിഫ്റ്റാണോ വേണ്ടത്, എന്നാൽ ഒരു കാര്യം ചെയ്യൂ, പണിപ്പുര വീട്ടിലേക്ക് കയറാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു കാര്യം ചെയ്യും ഒരു പ്രാവശ്യം അവിടെ കയറിയിട്ട് വന്നോളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നിവീനെ പണിപ്പുരയിലേക്ക് വിടുന്നുണ്ട്. പണിപ്പുര കയറുമ്പോൾ തന്നെ നിവീന് ഭയങ്കര ഞെട്ടിത്തെറിക്കുന്നു, തെറിച്ച് വീഴുന്നു, ഭയങ്കര സീനായിരുന്നു അവിടെ. അതിനകത്ത് എന്താണ് ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ റോബോട്ടായിരുന്നു. റോബോട്ടിന് പേരിട്ടിരിക്കുന്നത് സ്പൈക്കുട്ടൻ എന്നാണ്. മഞ്ജിമ ഉണ്ണികൃഷ്ണൻ പറഞ്ഞ പേരാണ് ഇട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടുകാർക്കൊക്കെ കാണിച്ചു കൊടുത്തു. ഭയങ്കര ഒച്ച നിലവിളിയൊക്കെ ആയിരുന്നു അതിനെ കാണുന്ന സമയത്ത്. അപ്പം അതിനെ വെച്ചിട്ട് ലാലേട്ടൻ പറഞ്ഞു ഇതെന്നും ഇവിടെ ഉണ്ടാവും, അവർക്ക് തോന്നുമ്പോൾ വരും പോവും, നിങ്ങളിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഇൻഫോം ചെയ്ത് തരാനൊക്കെ ഒരാളാണ് ഇതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർ സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി നമ്മുടെ റോബോട്ടിനെ. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു 2 ആൾക്കാർ വരുന്നുണ്ട്, പുതിയ അതിഥികളാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. ഓട്ടോറിക്ഷയിൽ വന്നത് നമ്മുടെ ഷാരികയെ. നമ്മൾ വിചാരിച്ചു ഇതാണ് ഈ വൈ കണ്ടസ്റ്റൻറ്റ് എന്നുള്ള രീതിയിൽ ഇരിക്കുന്നു. പക്ഷേ ഇറങ്ങി വന്നത് നമ്മുടെ ഷാരികയും ഓനിയലുമാണ്. അപ്പോൾ അവർ അതിഥികളായിട്ടാണ് വന്നത്, നിങ്ങളല്ലേ അവരെ പുറത്താക്കിയത് എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു ലാലേട്ടൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ നടന്നത് നോമിനേഷനാണ്. നോമിനേഷനിൽ ഏറ്റവും ലിസ്റ്റ് നിന്ന ആൾ തന്നെയാണ് ബിൻസി തന്നെയാണ് ഔട്ടായിരിക്കുന്നത്. ഇനി സെക്കൻഡ് ലിസ്റ്റിൽ നിൽക്കുന്നത് നമ്മുടെ ശൈത്യയാണ്. അറിയില്ല ഇന്ന് നോമിനേഷൻ ഉണ്ടാവും എന്നൊക്കെ പ്രമോ കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രമോ ഇനി ഞാൻ വിശ്വസിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ചയിൽ ഇതുപോലെ പ്രമോ കാണിച്ചത് അനീഷിനെ ഇതാക്കണ പോലത്തെ പ്രമോ കാണിച്ച്, പക്ഷേ അവിടെ നടന്നത് എന്താണെന്ന് വെച്ചാൽ അനീഷിനെ അന്ന് ഇരുത്തിയിട്ട് ബാക്കി എല്ലാവരെയാണ് ഇതാക്കിയത്. ഇതേപോലെ തന്നെ ഈ പ്രാവശ്യം പ്രമോയിലും ജിസേലിനെ പൊരിക്കുന്നതാണ് കാണിച്ചത്. പക്ഷേ എപ്പിസോഡിൽ ഉണ്ടായത് അനുമോളിനെയാണ് പൊരിച്ചെടുത്ത് വറുത്ത് ചട്ടിയിൽ കോരി ഇട്ടത് കാണിച്ചത്. അതുകൊണ്ട് എന്താ നടക്കാമെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും ബിൻസി ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻസ് തന്നെയായിരുന്നു. നല്ല രീതിയിൽ ഗെയിമൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു റീ എൻട്രി ഉണ്ടാവുമായിരിക്കും. ഒരു 15th എപ്പിസോഡൊക്കെ ആകുമ്പോൾ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് കയറും ബിൻസി എന്ന് ഞാൻ വിചാരിക്കണം. ബിൻസി അപ്പോൾ പുറത്തിറങ്ങുമ്പോൾ പറയുന്നുണ്ട് എൻ്റെ ഹൃദയം കൊണ്ട് ഒരുപാട് ആഗ്രഹിച്ച് ഞാൻ അവിടെ തന്നെ നിൽക്കുമെന്ന്, എൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷയൊക്കെ ആയിരുന്നു ഇത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് അവിടുന്ന് ടാറ്റാ പറഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നലത്തെ എപ്പിസോഡിൽ. പ്രത്യേകിച്ചൊന്നും പറയാനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.